അസ്സലാമു അലൈക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നിസ്കാരത്തിൽ ചില തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഈ തെറ്റുകൾ നമ്മുടെ നിസ്കാരത്തിന്റെ പ്രതിഫലത്തെ ബാധിക്കുകയോ അല്ലെങ്കിൽ നിസ്കാരം തന്നെ അസാധുവാക്കുകയോ ചെയ്തേക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിസ്കാരത്തിൽ നമ്മൾ വരുത്തുന്ന പ്രധാനപ്പെട്ട ചില തെറ്റുകളെ കുറിച്ചാണ്. അതിൽ ഒന്ന് വേഗതയിലുള്ള നിസ്കാരം. റുക്കൂയിലും സുജൂദിലും കാണിക്കുന്ന അമിതമായ വേഗത. ചിലർ നിസ്കാരം വളരെ വേഗത്തിൽ തീർക്കാൻ ശ്രമിക്കുന്നു. റുക്കുവും സുജൂദും ശരിയായി നിൽക്കാതെ പെട്ടെന്ന് ചെയ്യുന്നത് വലിയ തെറ്റാണ്. നിസ്കാരം ഒരു എക്സസൈസ് അല്ല, അത് ഇബാദത്താണ്. കോഴി കൊത്തുന്നത് പോലെ വേഗത്തിൽ നിസ്കരിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. റുക്കോയിൽ നിന്ന് എഴുന്നേറ്റാൽ ശരീരം നേരെയാകുന്നത് വരെ നിൽക്കണം. അതുപോലെ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും. ഓരോ ചലനത്തിലും ശരീരം ശാന്തമാകുന്നതുവരെ കുറഞ്ഞത് ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന സമയം കാത്തു നിൽക്കുക. 2. ഫാത്തിഹ ഓതുന്നതിലെ പിഴവുകൾ. സൂറത്തുൽ ഫാത്തിഹ തെറ്റായി ഉച്ചരിക്കുകയോ മനസ്സിനുള്ളിൽ മാത്രം ഓതുകയോ ചെയ്യുന്നത് നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫാത്തിഹ. പലരും ചുണ്ട് അനക്കാതെ മനസ്സിൽ മാത്രം ഓതുന്നത് കാണാം. ഇത് ശരിയല്ല. ചുണ്ടുകൾ അനങ്ങുകയും സ്വന്തം ചെവിക്ക് കേൾക്കാവുന്ന രീതിയിൽ ശബ്ദം പുറത്തു വരികയും വേണം. അക്ഷരസ്ഫുടതയോടെ ഫാത്തിഹ പഠിക്കുക. 3. സുജൂദിൽ 7 അവയവങ്ങൾ നിലത്ത് തൊടാതിരിക്കുക. നെറ്റി, മൂക്ക് ഉൾപ്പെടെ 2 കൈപ്പത്തികൾ, 2 മുട്ടുകൾ, 2 കാലുകളുടെ വിരലുകൾ എന്നിവ നിലത്ത് ഉറച്ചിരിക്കണം. പലരും സുജൂദിൽ കാലുകൾ ഉയർത്തുകയോ വിരലുകൾ മടക്കി വെക്കാതിരിക്കുകയോ ചെയ്യാറുണ്ട്. കാലിന്റെ വിരലുകൾ കിബിലയുടെ ഭാഗത്തേക്ക് മടക്കി വെക്കാൻ ശ്രദ്ധിക്കുക. കൈമുട്ടുകൾ തറയിൽ മുട്ടിക്കാതെ ഉയർത്തി വെക്കുക. നിസ്കാരത്തിൽ ശരിയായ നിലപാടുകൾ പാലിക്കാത്തത് തെറ്റാണ്. സുജൂദിൽ ശരിയായ രീതിയിൽ കുനിയുന്നില്ല, ഇരിപ്പിൽ ശരിയായ സ്ഥിതിയില്ല, ഇതെല്ലാം തെറ്റാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ എന്നെ പോലെ നിസ്കരിക്കൂ. 4. ശ്രദ്ധ ഇല്ലാതെ നിസ്കരിക്കുക. നിസ്കരിക്കുമ്പോൾ മനസ്സ് വേറെ എവിടെയോ പോവുക. ജോലി, മൊബൈൽ, പ്രശ്നങ്ങൾ എല്ലാം ഓർക്കുക. അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ മുഴുവൻ ശ്രദ്ധയും അവിടെ തന്നെ വേണം. 5. നിസ്കാരം വൈകിപ്പിക്കൽ. ചിലർ നിസ്കാരം അവസാന സമയത്ത് വരെ നീട്ടിവെക്കുന്നു. ഇത് വലിയ അലക്ഷ്യമാണ്. നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും ഉത്തമം. 6. വസ്ത്രധാരണവും നോട്ടവും. മുട്ടുമറയാത്ത വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ആകാശം നോക്കി നിസ്കരിക്കുക. പുരുഷന്മാർക്ക് പൊക്കിൽ മുതൽ മുട്ടുകാല് വരെ നിർബന്ധമായും മറഞ്ഞിരിക്കണം. കുനിയുമ്പോൾ വസ്ത്രം ഉയർന്നു പോയി ഔറത്ത് വെളിവായാൽ നിസ്കാരം ബാത്തിലാകും. അതുപോലെ നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതും ആകാശത്തേക്ക് നോക്കുന്നതും ഒഴിവാക്കണം. സുജൂദ് ചെയ്യുന്ന ഇടത്തേക്ക് മാത്രം നോക്കുക. അന്തസ്സുള്ള വസ്ത്രം ധരിക്കുക. 7. ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമിനെ മുൻകടക്കുന്നത്. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് മുമ്പേ റുക്കൂയിലേക്കോ സുജൂദിലേക്കോ പോകുന്നത് വലിയ തെറ്റാണ്. ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അവനെ പിൻപറ്റാനാണ്. ഇമാം ഒരു പ്രവൃത്തി പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് അടുത്തതിലേക്ക് നീങ്ങുക. ഇമാമിനേക്കാൾ മുമ്പ് പ്രവർത്തിക്കുന്നത് വലിയ തെറ്റാണ്. 8. മൊബൈൽ ശ്രദ്ധ തിരിക്കൽ. നിസ്കാരത്തിനിടെ ഫോൺ ഓർക്കൽ, നോട്ടിഫിക്കേഷൻ ചിന്തിക്കൽ, അത് നമ്മുടെ ശ്രദ്ധ തകർക്കും. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഫോൺ സൈലന്റ് ആക്കി വെക്കുക. അതുകൊണ്ട് നമ്മൾ ശാന്തമായി നിസ്കരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ അർത്ഥം മനസ്സിലാക്കി ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പോലെ നിസ്കരിക്കുക. സമയം കൃത്യമായി പാലിക്കുക. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധം എപ്പോഴും ഉണ്ടാവണം. നമ്മൾ വർഷങ്ങളായി നിസ്കരിക്കുന്നവരാകാം, എങ്കിലും നമ്മുടെ നിസ്കാരം ശരിയാണോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതാണ്. ചെറിയ തെറ്റുകൾ പോലും ശരിയാക്കാൻ ശ്രമിക്കണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും ശരിയായ രീതിയിൽ നിസ്കാരം ചെയ്യാൻ സഹായിക്കട്ടെ. ആമീൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.
അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.